സിന്ധു സിന്ധു സിന്ധുവിനെ കണ്ട എന്റെ ഭാര്യ സിന്ധുവിനെ കണ്ടില്ലേ? അയ്യോ സത്യം പറഞ്ഞ ഇപ്പൊ ഭാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പൊ KSRTC ബസ്സിൽ കയറി നാട് വിട്ടുകളയും. കാരണം എന്തെന്നറിയാം, ഇപ്പൊ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമല്ലേ. ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മണക്കാട്, മണാർക്കാട്, പട്ടിക്കാട്, കൂവക്കാട്, മെമ്മറിക്കാട് വഴി പാലക്കാട് പോകുന്ന ബസ് നല്ല പ്രാസം ചേർന്ന സ്ഥലമല്ലേ. എന്നൊന്നും കൂടെ പിടിച്ചോ. കാഞ്ഞിരംകുളം, കൂത്താട്ടുകുളം, ദേവികുളം, വെണ്ണിക്കുളം വഴി എറണാകുളം പോകുന്ന ബസ് കുളത്തിൽ കാണുമായിരിക്കും. എന്റെ പൊന്ന സ്റ്റേഷൻ മാസ്റ്ററെ, എന്റെ ഭാര്യ സിന്ധുവിനെ കാണാനില്ല, ഒന്ന് അനൗൺസ് ചെയ്യോ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പട്ടോളം പന്നിയോട് കല്ലാമം വഴി പോകുന്ന സിന്ധു ഈ സ്റ്റേഷൻ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. അല്ല, ഭർത്താവുമായി ബന്ധപ്പെടേണ്ടതാണ്. பயணிகளில் கவனத்திற்கு TN 452 சிந்து அக்கா இங்க ஏதாவது இருக்கு, ஸ்டேஷன்ல வந்து ரிப்போர்ட் பண்ணுங்க. உங்களோட கணவன் இங்க தான் இருப்பே. சிந்து அக்கா உங்கள் எங்க இருக்கு? അല്ല ഇതൊന്നും ഇങ്ങനെ പറയണത്. സോറി, ഞാൻ കുറച്ച് ദിവസം പമ്പ സ്റ്റേഷനിൽ ഡ്യൂട്ടി അതുകൊണ്ട് പറ്റിപ്പോയി. കന്നഡ പറയാത്ത ഭാഗ്യമല്ലേ. അങ്ങട് സൂടു സിന്ധു. മനുഷ്യ ഭാര്യയെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ സ്റ്റാൻഡപ്പ് കോമഡി. എന്നാലും എവിടുന്ന് ഏത് വാക്ക് പോയി? ഏത് വാക്കെന്നുള്ളത് വിഷയമല്ല, എല്ലാ വാക്കും വേണം. എന്തിനാ സിനിമയിലെ രജനീകാന്ത് നിൽക്കുന്ന കണക്ക് 4 സൈഡും ഇങ്ങനെ കട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 
രണ്ട് സൈലൻസർ താഴോട്ട് പോയി, മൂന്നെണ്ണം സൈഡിലോട്ട് പോയി. വണ്ടി ഇങ്ങനെ പോണം. ഓക്കെ, അങ്ങനെ പോട്ടെ. ഇത് KSRTC ബസിന്റെ ഫ്രണ്ട് ക്ലാസ്സിൽ കുപ്പിയുള്ളൂ. അതൊക്കെ പഴയ കഥ. ഇനി ഫ്രണ്ട് ക്ലാസ്സിലെ KSRTCയുടെ നമ്മളിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഫിഷ് ടാങ്ക് ആക്കും. രണ്ട് ഗോൾഡ് ഫിഷ് കൂടെ ഇട്ടോട്. നല്ല ഐഡിയ. കുറച്ച് ഗോൾഡ് ഫിഷും കൂടെ വാങ്ങിച്ചിടാം. എന്നിട്ട് സഞ്ചരിക്കുന്ന അക്കോറിയം അങ്ങനെ ഓടിക്കണം. എന്നിട്ട് ആ പത്തനംതിട്ട പത്തനാപുരം വഴി ഒരു കറക്കങ്ങട്ട് കറക്കടാ കാണട്ടെ. ഇവര് തൊലയ്ക്കോന്നാണ് തോന്നണത്. രമേശ്, എടാ സതീഷ്, നീ എന്തിവിടെ? എന്റെ ഭാര്യയെ കാണാനില്ല. ആര് കാണാനേ? പോലീസ് സ്റ്റേഷനിൽ പോണേ. ബസ് സ്റ്റേഷനിലാണ് പറഞ്ഞത്. നിന്റെ ഒക്കെ പാർട്ടിക്കാരന്മാർ കാരണം എന്റെ ഭാര്യയെ കാണാനില്ലാത്തത്. പറഞ്ഞതി കാരണം പെണ്ണ് കേസാ. നീ വന്നാണ് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണം. നമുക്ക് പറഞ്ഞു തീർക്കാം. എന്തിനാണ്? എടാ, നിന്റെ പാർട്ടിക്കാരല്ലേ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്? ബസ്സിൽ മാത്രമല്ല, നമ്മൾ ചിലപ്പോ കപ്പലിലും ഫ്ലൈറ്റിലും വരെ ഫ്രീ യാത്ര കൊടുക്കും. കപ്പലിലും ഫ്ലൈറ്റിൽ കൊടുക്കും. ചിലപ്പോ കൊടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനെ പറയാല കാര്യങ്ങളൊക്കെ. നിന്റെ പ്രശ്നം പറ. നിനക്ക് എന്തിരിപ്പം പ്രശ്നം? എന്റെ വീട്ടിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ഭാര്യ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉടക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അവൾ അമ്മയുടെ വീട്ടിൽ പോകും. ഇപ്പോഴങ്ങനെയല്ല. ഇവര് ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ചായക്ക് കടുപ്പമില്ലെന്നുള്ള നിസ്സാര കാര്യത്തിന് ഇവള് നാട് വിട്ടുപോയി. ഉച്ചയ്ക്ക് ചോറിന് എന്തടി കൂട്ടാരെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോ ഇവള് കണ്ണൂരിക്കുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു? ഈ ചോറും ചുമന്നുകൊണ്ട് കണ്ണൂര് പോയി. ഇവള് എന്നെ കണ്ടതും ഇവള് ചാടി കാസർഗോഡ് ബസ്സിൽ കയറി അവിടെ നിന്ന്. അപ്പൊ ചോറ എന്റെ ചോറിന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഈ ചോറും കൊണ്ട് നേരെ കാസർഗോഡ് പോയി. എന്നെ കണ്ടതും ഇവൾ അപ്പൊ തന്നെ തെങ്കാശി ബസ്സിൽ കയറി തെങ്കാശി പോയി. അപ്പൊ ചോറ് എന്റെ കയ്യിൽ. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്ത്? തെങ്കാശിയിൽ പോയി. തെങ്കാശി പോയത് ഇവള് വീണ്ടും കണ്ണൂർ ബസ്സിൽ കയറി ഇഞ്ഞ് വന്ന് മറ്റേ ചോറെടുത്ത് ഞാൻ 2 ദിവസമായില്ലേ ചോറ് പഴകഞ്ഞിയായി. ആ ചോറ് തിന്നോണ്ട് ഞാൻ വീണ്ടും കണ്ണൂര് വന്ന് അവളെ അച്ഛനെയും അവളെ സഹോദരനെയും കൊച്ചിച്ചനെയും 2 ആൺമക്കളെയും വിളിച്ചോണ്ട് വന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാൻ ഇങ്ങ് വിളിച്ചോണ്ട് വന്ന്. അത് ഓക്കെ. ഇന്നിപ്പോ എന്താണ് പ്രശ്നം? ഇന്നത്തെ പ്രശ്നം രാവിലെ സാരിക്ക് ചേർന്ന ബ്ലൗസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് നാട് വിടാൻ പോണ്. ബ്ലൗസ് ഇല്ലാതെ അവള് വേറെ ബ്ലൗസ് കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്നും പേടിക്കണ്ട. ഈ സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ ഇറങ്ങിയ ഒരു മൂഡ് വെച്ച് ഏത് വഴി പോവാനാണ് ചാൻസ്? മൂലമറ്റം വഴി ഇടുക്കി പോകാനാണ് സാധ്യത. മൂലമറ്റം വഴി ഇടുക്കി പോവാൻ നിന്റെ ഭാര്യ എന്താ കറണ്ടല്ല, അവള് ഷോക്കാണ്. ഒരു പവർ കട്ടിന് ചാൻസ് ഉണ്ട്. ഞാൻ ഒന്ന് വിളിച്ച് സംസാരിച്ചോട്ടെ. ഓഹോ, മിന്നലേ മിന്നലേ എവിടെ കിടക്കുന്നേ? ഹായ് പിച്ചൗട്ട്, എന്റെ ഭാര്യ പറഞ്ഞു. ഓഹോ, മിന്നലേ മിന്നലേ എവിടെ കിടക്കുന്നേ? KSRTC ബസ്, പച്ച, ചുവപ്പ്, ഡീലക്സ്. അയ്യോ സൂപ്പർ ഫാസ്റ്റ്. എടി കട്ടപ്പുറത്തൊരു വണ്ടി ഇരിക്കണ കണ്ടാ നീ? ഒന്ന് മാറ് മനുഷ്യ. അയ്യോ എന്റെ മിന്നൽ എവിടെ? നിനക്ക് മിന്നലല്ല ഇടിയാണ് അറിയേണ്ടത് നിനക്ക്. എന്തൊരു സംസാരമാണ് സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകളോട് സംസാരിക്കേണ്ട? ഒരു പൊതു ഇടത്ത് വെച്ച് മാന്യമായി ബിഹേവ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങളെ കുഴപ്പം. പെങ്ങളെ,
നമ്മുടെ പാർട്ടി ജയിച്ചു പെങ്ങളെ, പാർട്ടി ജയിച്ചു. ഓക്കേ, എങ്ങനെയുണ്ട് ഇങ്ങനെ വനിതാ നേതാക്കന്മാര് സമ്മതിക്കൂല, അണികൾ സമ്മതിക്കൂല. എന്റെ ഭാര്യ സന്തോഷപ്പെടണം. ഇത്രയും സമയം വിഷമിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കണമെന്നുണ്ടോ? അവന് എന്നെ സന്തോഷിപ്പിക്കണമെന്നുണ്ടോ? നിനക്കറിയാം, മര്യാദക്ക് വീട്ടിൽ ഇരുന്നോണ്ടായിരുന്ന ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇതുപോലത്തെ വൃത്തിയേട്ടന്മാരെ ഫേസ് ചെയ്യേണ്ടി വരും. ശല്യം കൂടെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നേ. അല്ല, നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കണം. പെങ്ങളെ, എന്താണ് പ്രശ്നം? പറയൂ. ഈ ചേട്ടനാണ് എന്റെ പ്രശ്നം. കല്യാണത്തിന് മുമ്പ് അവള് പറഞ്ഞെന്തറിയാമോ? ഈ ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെന്നാണ്. അത് ഈ വസ്തു വിറ്റ് പോകാൻ വേണ്ടിയേ ബ്രോക്കർമാർ പല കള്ളവും പറയും. നിങ്ങളത് കാര്യമാക്കണ്ട. ഈ കാര്യം പറ, എന്തിനാണ്? പറ പെങ്ങളെ, എന്തിനാണ് പ്രശ്നം? ചേട്ടൻ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ഭർത്താവാണോ ഒരു പുരുഷനാണോ? പോക്കറ്റ് കിടപ്പുണ്ട്, മീശയെ കൊണ്ട് എനിക്കറിയാം നിങ്ങൾ പുരുഷൻ തന്നെ. ചേട്ടനെ കേൾക്ക്, ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ. എനിക്ക് നിസ്സാരായിട്ട് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ സ്ഥലം ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട. താൻ എന്തൊരു ഭർത്താവ്! സ്വന്തം ഭാര്യയുടെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥലം താൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട. താൻ കാണണം. താൻ കണ്ടേ പറ്റുള്ളൂ. പെങ്ങളെ, കാണിച്ചു കൊടുക്ക്, അവനിന്ന് കണ്ടോളും. പെട്ടെന്നാവട്ടെ. നിങ്ങൾ എന്തിനാ ഇരിക്കുന്നേ? അല്ല, അയാൾക്ക് കറക്റ്റാ കാണണ്ടേ, നമ്മൾ ദോ അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട്. അത് ഹോസ്പിറ്റലല്ലേ? ആ, അതാണ് എന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്ത സ്ഥലം. എങ്ങനെയുണ്ട്? അപ്പൊ ഫ്ലോർ മാത്രമേ ഉള്ളൂ, പെർഫോമൻസ് ഇല്ല. പെർഫോമൻസ്? ഇങ്ങനെ കല്യാണത്തിന് മുന്നേ എന്തോ ഒരു സ്നേഹപ്രകടനായിരുന്നു അറിയോ? കല്യാണത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്ത് കിടന്നെന്ന്. ഇങ്ങനെ കൂട്ടിരിക്കാൻ എന്റെ അടുത്ത് വന്നില്ല. പാവം എന്റെ അമ്മ എന്റെ കൂടെ വന്നറിയോ? ഇവളെ അമ്മയെ കുറിച്ച് പറയാതിരിക്കാണ് നല്ലത്. അയ്യോ, അറിയാമോ, വൈകുന്നേരത്തെ സീരിയൽ കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് സന്ധ്യാനാമം ജപിച്ച് ജോലി ഒതുക്കണ ടീമാണ്. ഇവളെ അച്ഛനറിയാമോ? ഇവളെ അച്ഛൻ മൂടിഞ്ഞ വെള്ളവടിയാണ്. വെള്ളപ്പൊക്ക സമയത്ത് ബിവറേജ് കുത്തി തുറന്ന് 5 കുപ്പി കൊണ്ട് വെള്ളത്തിൽ ചാടിയ ടീമാണ് അവളെ അച്ഛൻ. ഇതൊന്നും അല്ല പ്രശ്നം. ഇപ്പത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനോട് പറഞ്ഞു, എന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചേ. ഇങ്ങനെ വാങ്ങിച്ചോണ്ട് 250 രൂപയുടെ ചുരിദാർ. ചുരിദാർ നമുക്ക് നാട്ടുകാരിടയിലേക്ക് ഇട്ട് പോവാനുള്ളതല്ലേ. ഞാൻ എന്ത് കരുതി, ഒന്നും മേനി ആയിക്കോട്ടെ എന്ന് കരുതി ആ കഞ്ഞി വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി എന്നെ അലക്കിയിട്ട്. ഇപ്പൊ അത് കാണണം, ചുളിഞ്ഞ് എനിക്ക് ഇടാൻ പറ്റില്ല, ചെറുതായി പോയി. കഞ്ഞിവെള്ളത്തിൽ കഴിയും. പെങ്ങളൊരു കാര്യം ചെയ്യും, ആ കഞ്ഞിവെള്ളം എടുത്തൊന്ന് കുളി. എന്തിന്? അപ്പൊ പെങ്ങളൊന്ന് ചെറുതാവും. അപ്പൊ ആ ചുരിദാർ എടുത്തിടാൻ കറക്റ്റ് ആയിരിക്കും. അതിവിടെ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇത് അമ്പളിക്കൂട്ട് അടിച്ചേരെ. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാം. നിങ്ങൾ ആദ്യം സമാധാനം ഒരു വീട്ടിലോട്ട് പോകുന്നു. ഞാൻ ഒരു കാര്യം പറയോ, നിങ്ങൾ ഈ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചാലേ ഈ KSRTC നഷ്ടത്തിലാവും. അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ബുദ്ധിയില്ലാതെ ഒരു കാര്യവും നമ്മളെ പാർട്ടിക്കാർ ചെയ്യൂല. അതെന്ത്? ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ആഴ്ച പെങ്ങൾ നാട് വിട്ട് നിങ്ങൾ അവിടുന്ന് കണ്ണൂർ പോയില്ലേ? KSRTCക്ക് നഷ്ടം ഒരു 150 രൂപ തന്നല്ല. പക്ഷെ വിളിക്കാൻ വേണ്ടി പുറകെ ആരൊക്കെ പോയി? നിങ്ങൾ പോയി, ഇവിടെ അച്ഛൻ പോയി, മാമൻ പോയി, മാമന്റെ മക്കള് പോയി, അങ്ങനെ ഒരു 7-8 പേര് കൂടെ അങ്ങ് പോയോ. ആ വകയിൽ KSRTCക്ക് വന്നത് ഒരു 850 രൂപ. അപ്പൊ ലാഭമാണോ നഷ്ടമാണോ നമുക്കുള്ളത്? അച്ഛാ, ഓ ശരി അച്ഛാ. പള്ളിയിലെ ചില പുള്ളിയുടെ അച്ഛൻ വിളിച്ചത് എന്തിന്? പോകുമ്പോഴേ ഒരു 10 ചുരിദാറും ഒരു 2 ഷേവ സെറ്റ് മാറ്റോണ്ടില്ല. എന്തിന്? അച്ഛന് മറ്റന്നാ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ടൂർ ഉണ്ടെന്ന്. എവിടെ? ഇവിടെ മൂന്നാറില്. അപ്പൊ ഈ KSRTC ബസ്സിൽ പോവാൻ വേണ്ടിട്ടേ. അതെങ്ങനെയാടാ ശരിയാവും? സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമല്ലേ? നല്ല സാധനമായിരുന്നു. എന്താണെന്നറിയോ ഇവരുടെ ഒരു ഗുണം? ഭയങ്കര ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളില്ലേ, അപ് ടു ഡേറ്റ് ആണ്. മറ്റേ പരിപാടിയൊക്കെ രസമായിരുന്നു. അത് നല്ലതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സംഭവം, ഒരു ബ്രില്യൻസ് ഇതിലുണ്ടായിരുന്നു. എന്നായിരുന്നു ഡയറക്ടർ ബ്രില്യൻസ്? പുള്ളി സ്കിറ്റിന്റെ ഇടയിൽ കൂടെ സ്വന്തം ഫുഡ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞൂസ് ബേക്കറി എഴുതിയിട്ടിരുന്നില്ലേ? രഞ്ജിത്ത് മാമന് ഇതുണ്ടായിരുന്നു, മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന പേരെന്തെന്ന്? ബോർമ. അതിന്റെ പേരാണ് കുഞ്ഞൂസ്. ഫ്രീ ആയിട്ട് പോയല്ല പരസ്യം. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞു വന്നില്ല, അല്ലാതെ എന്നിട്ട് പോലും അവിടുന്ന് ഒരു ലഡു ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ വിഷമത്തിൽ നമുക്ക് ഒരു സെക്കൻഡ് മൗനം വലിച്ചു കഴിഞ്ഞു. പക്ഷെ സ്കിറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെറ്റ് ആയിരുന്നു. വിളിക്കാൻ പറ്റുമോ ഇതിന്? പറ്റുമോ? പറ്റില്ല. എന്നാ ഇതപ്പോ കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലല്ലേ ഹോൾ തിങ് സ്റ്റാർട്ടിങ് ഭയങ്കര ഒരു ഓളത്ത് തുടങ്ങിയിട്ട് ഡിപ്പായി
പെർഫോമൻസ് എവിടേക്കോ പോയി, എവിടെയോ സ്ക്രിപ്റ്റ് എല്ലാം ആകെ മൊത്തം പ്രശ്നമായി പോയി. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസോ നിമിഷേൻ്റെ ആ ഒരു വെപ്രാളുള്ള ഒരു പേഴ്സണാലിറ്റി, അതിൽ നമുക്ക് കോമഡി കണ്ടില്ല, അതാണ്. പക്ഷെ അതർവൈസ് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും മാമനും മക്കളും ഒക്കെ റെഡിയാണ്. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം അല്ലേ? Come on, let's see. Come on, battery. നിങ്ങൾക്ക് അറിയോ ഇത്ര കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതാണോ? അതോ നമ്മളെ ഒരു സാധനം വിളിച്ചില്ലേ അപ്പൊ മനസ്സിലായി. ഇവിടുന്ന് ചാടിയാന്ന് മാത്രമേ അടുത്ത നാട്ടുകാരെ ത്രസിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് അടുത്തവണ വരാൻ പറ്റട്ടെ, അത്രേ ഉള്ളൂ. എന്റെ കിഡിലും പെർഫോമൻസ് ചെയ്തോണ്ടിരുന്നവരാ. അയ്യോ, ഇവരെ ത്രസിപ്പിക്കുന്ന സ്റ്റാർസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി മമ്മിക്ക് കാണിച്ചു കൊടുത്തുള്ളൂ യൂട്യൂബിൽ. മറ്റേ നീ വന്നോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഫുൾ സ്കിറ്റ്. ഒരു സൈഡ് ഇപ്പോഴത്തെ ആ ഒരു ഒബ്സർവേഷൻ ഇല്ലേ, അനുജ് സാർ വിളിച്ചില്ലേ ജിഷോ, അപ്പോഴേ മനസ്സിലായി കൈവെട്ട്. അറിയാലോ, വീട്ടിൽ അമ്മ വിളിക്കും പറയാനല്ലോ അടിക്കാനാണോ കഴിക്കാനാണോ. എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ല. നിങ്ങൾ എപ്പോഴും കിഡിലും സ്കിറ്റുകൾ തരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ പ്രതീക്ഷയിൽ ഇരിക്കുന്നത്. ബട്ട് 15,000 ചെറിയൊരു എമൗണ്ട് അല്ല. ഈ 15 എന്നുള്ളത് വേഗം 50 ആവട്ടെ. ഇനിയും അത് മേടിക്കാൻ പറ്റട്ടെ. ഓക്കെ ചേച്ചി, ഇത് അവർക്ക് അടിച്ചു. എന്തായാലും നമുക്ക് ലഡ്ഡു ഒന്ന് വാങ്ങി, നമുക്ക് ഇത് വെച്ചിട്ട് വാങ്ങിയിട്ട് നമുക്ക് ആസ്വദിക്കാം. ഇതിന് പോയിട്ട് കളിക്കട്ടെ അടുത്തത്, അല്ലേ? തീരുമാനം ആദ്യമായിട്ട് അതായാലും മതി. നിങ്ങൾ 5 രൂപ കൂടെ ഇട്ടിങ്ങി തന്നാലും മതി. 500 സത്യം. ഇതാ